ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് ലൈവാണ്. പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ നിർത്തി കയ്യെഴുതി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ വെടിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് നിർത്തി. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത് ലൈവ് പോകുന്നോണ്ടുള്ള പേടിയൊന്നുമില്ല. ഞാൻ പറയാം, എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. ഞാൻ അങ്ങനെ സദസ്സിൽ പോണ്ടെന്നല്ല പറയണത്. പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? പിരിവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പരിപാടി വരും. നിസ്കരിക്കില്ല, ദൈവത്തിന്റെ അഭിമത്തിന് ഒരു കുറവുമില്ല. നിങ്ങൾ മജ്‌ലിസുന്നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും. അന്യവനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവില്ല ഈ ഉമ്മത്തിന്. ഉള്ളത് പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്. 5 നേരം നിസ്കരിക്കുക, ഗീബത്ത് പറയും അല്ലേ? പരിപാടി വെക്കുക, നിസ്കരിക്കാതിരിക്കുക, നടക്കൂല. ഒരു കാര്യമില്ല പരിപാടി. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അത് തട്ടിപ്പല്ല. സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല. ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ്, മർഹബയുടെ നിലപാടല്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായി, ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആൾ എങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ആൾക്കാരാണ് ഹബീബിങ്ങളെ. അപ്പൊ നമ്മളാ ഡിലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ പറഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാരത്ത്, ടീനേജ് കാലത്ത് അല്ലെ, 13, 14, 15, 16, 17, 18, 19 ഈ ടീൻ എന്ന് പറഞ്ഞ ടീൻ ഏജ് കാലത്ത് ഹബീബായ പ്രവാചകരുടെ നിഴലായി നടന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നങ്ങോട്ട് നുബുവത്തിന് ശേഷവും മുമ്പും എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജനാസക്ക് മുന്നിൽ ഹബീബായ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. 61 കൊല്ലക്കാലത്തെ വേദനാ നിർഭരമായ യാത്ര. ഗുഹായുടെ ഉള്ളിൽ പാമ്പ് കൊത്താൻ വന്നപ്പോൾ കണ്ണുനീരോടെ പ്രവാചകനെ രക്ഷിച്ച ഓർമ്മ അല്ലേ? പലായനത്തിന്റെ വേളയിൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഊരിപ്പിടിച്ച വാൾത്തല കാണുമ്പോൾ യാ റസൂലല്ലാഹ്, ശത്രു ഇതാ അടുത്തെന്ന് പറയുമ്പോൾ നിലാവ് പോലെ പുഞ്ചിരിച്ച് സിദ്ദീഖ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട് മോനെ, പേടിക്കണ്ടെന്ന് പറഞ്ഞ നിമിഷം. ഇങ്ങനെ എത്ര ചരിത്ര ഓർമ്മകൾ. ഹബീബായ പ്രവാചകരുടെ നെറ്റിത്തടത്തേക്ക് ചുംബിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാലില്ലാഹ് അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. പൊട്ടിക്കരഞ്ഞു സിദ്ദീഖ്. എന്നിട്ടൊരു വാക്ക് കൂടി പറഞ്ഞു, വമാ
അത്യബക ഹയ്യാ വമാ അത്യബക മൈതാ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയേ. ആയിഷാ ബീവിയുടെ വീട്ടിലെ സുഗന്ധ പരിമളമാണ്, അവിടെ സുഗന്ധ പരിമളമാണ്. സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാണ് നബിയേ. അങ്ങേക്കിനി ഒരു മരണമില്ല നബിയേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങുകയാണ്. പ്രണയമേ പ്രണയമേ അനുരാഗമേ, സ്നേഹമാണത്. ഈ സിദ്ദീഖ് തങ്ങളുള്ള സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെവിടെ നബിയെ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിച്ചയാളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരും. ഒരു 5 മിനിറ്റ് ലൈവ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബിങ്ങളെ, നമ്മള് നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് പറയാറുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്കങ്ങനെ തർക്കങ്ങൾ ഇഷ്ടമില്ല. ആരെങ്കിലും കുറ്റപ്പെടുന്ന ഒരു ശൈലി എൻ്റെ അടുത്തില്ല. നേരത്തെ ഞാൻ ആത്മീയ തട്ടിപ്പിനെ പറഞ്ഞത് പേഴ്സണലി ആരെയും ഹരാസ് ചെയ്തതല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പേരെടുത്ത് പറയല്ലോ. ഹബീബിങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പിൻപറ്റലാണ്, അല്ല നിങ്ങൾ നബിദിനം നടത്തലല്ല, മൗലൂദ് ഓതല്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആൾക്കാർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. റസൂൽ എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, എങ്ങനെയാണ് റുക്കൂ ചെയ്തത്, വളരെ പെർഫെക്ഷനോടെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഖൽബിൽ റസൂലുള്ളാഹിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഹും മുനാഫിഖൂൻ എന്നാണ്, കപട വിശ്വാസികൾ എന്നാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റും, പക്ഷേ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? നിങ്ങളെ പറയൂ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഈ ചെറിയ കുട്ടികൾ പറയണ്ട, വലിയ ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഒന്നുണ്ടെന്ന് പറഞ്ഞോട് കൈ വന്നിച്ചാണ് കണ്ടേ. താത്തരുത് കേട്ടോ, പൊന്തിച്ചു പിടി. ആ പൊന്തിച്ച ആളുകളൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരും. മൊബൈൽ ഫോൺ ഞാൻ നോക്കാനല്ലട്ടാ, ആ മൊബൈൽ ഫോൺ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സിമ്മ് നിങ്ങൾക്ക് എടുക്കാം, ഭാഗ്യം കൊണ്ടാക്കാം. ഇനി ആരാണ് വരുന്നത്? കൊണ്ടുവരൂ. എന്താ വന്നാൾ അവിടെ തന്നെ നിന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഈ മൊബൈൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. എന്റെ പ്രഭാഷണ ജീവിത ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവിടെയൊന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇതാ കായംകുളത്ത് 8 ആളുകൾ എഴുന്നേറ്റ് വന്നിരിക്കും. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. കൊണ്ടുപോയി. എന്താണ് നിങ്ങളുടെ പേര്? കുഞ്ഞു കൊച്ചു. നിങ്ങളുടെ പേരെന്താ? നവാസ്. അതെ, നമ്മുടെ ഉമ്മർ. ഒരാളോട് വന്നല്ലോ അവിടെ താടി. ആ ലൈവ് കൊടുക്കുന്ന ആളെ പേരെന്താ? അമീന്. നിങ്ങളുടെ പേരെന്താ? അൻസാരി. അബ്ദുൽ സത്തർ. വേണ്ട, താങ്ക് യു. ഇനി ഞാൻ എവിടെ പ്രസംഗിക്കുന്നില്ല, കായംകുളത്തമായി എന്ന് പറയും. മൂപ്പര് വെറുതെ അല്ല ആദ്യമായി ചാടിയത്. കുഞ്ഞുണ്ണി സാഹിബ 7 കൊല്ലം മദീനത്തുണ്ടായ ആളാണ്. മാഷാ അല്ലാഹ്. ഞാൻ തമാശക്ക് പറയില്ല, ഒരാള് പോലും എഴുന്നേറ്റ് വരാറില്ല. കാരണം മൊബൈൽ ഫോൺ അങ്ങോട്ട് പോവല്ലേ, നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞിട്ട. പക്ഷെ കൈ പൊന്തിച്ചിട്ട് മൊബൈൽ കൊണ്ടുവരാത്ത കുറെ മഹാന്മാരവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നോക്കൂ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളെല്ലാം കൊടുക്കും എന്നൊക്കെ പറയും.
ഇപ്പൊ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. വൈ? വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നു കാരണം? എന്താണ് കാരണം? ഇതന്നെയാണ് പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം, നാട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരന്മാരോടൊക്കെ, ഭാര്യയോടും ഭർത്താവിനോടൊക്കെ നമ്മുടെ സ്നേഹം എത്രയേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. ഞാനിത് ഒരു പരീക്ഷണത്തിന് വേണ്ടി പറയാം. നമ്മൾ റസൂലുള്ളാഹിനോട് സ്നേഹം എന്ന് പറയുന്നുണ്ട്. റസൂലുള്ള ചോദിച്ചൊരു കാര്യം കൊടുക്കാൻ നമുക്ക് പറ്റും? ഇല്ല. എന്നാ കേട്ടോളെ. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പോലും മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അമല് ചെയ്യ, പ്രവാചകനെ ഇഞ്ചോടിഞ്ച് പിൻപറ്റിയിട്ട് കാര്യമില്ല. മനസ്സിൽ പ്രണയമില്ലാതെ, ഇഷ്ടില്ലാതെ അമലൊന്നും കബൂൽ ചെയ്യില്ല. നോക്കൂ, മദീനത്തെ പള്ളിയിൽ എല്ലാ സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരാളെ കണ്ടു. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇതേതോ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകും. ഞാനതിന്റെ 2ാം പാർട്ടാണ് പറയുന്നത്. 1ാം പാർട്ട് നിങ്ങൾ കേട്ടതാവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോണ് കണ്ടു. റസൂലുള്ള വരാൻ പറഞ്ഞു. വന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്? ദുആ ചെയ്യാനില്ലേ? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. കാരണം എന്താണെന്നറിയോ? എന്റെ വീടിന്റെ സമീപത്തു നിന്ന് ഒരു ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് അയൽവാസിയുടെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. കാറ്റ് വീശുന്ന നാളല്ല നബിയേ, രാത്രി രാക്കാറ്റ് വീശുമ്പോ പഴം വീഴുന്നുണ്ട് നബിയേ. എന്റെ വീട്ടിൽ പട്ടിണിയാണ് നബിയേ. 2-3 ദിവസമാണ് പട്ടിണിയാണ് നബിയേ. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ ഹബീബേ? അങ്ങനത്തെ പട്ടിണിയൊക്കെ മദീനത്തുണ്ടായിട്ടുണ്ട്. റസൂലേ, ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ചെന്നപ്പോ എന്റെ മക്കള് മുറ്റത്ത് വീണ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു നബിയേ. എനിക്ക് ദേഷ്യം വന്നു. റസൂലേ, അന്യവന്റെ ഹക്കാണ്, അയൽവാസിയുടെ മുതലാണ്, നമ്മുടെ മുറ്റത്ത് വീണതാണ്. അകലെന്നേ വിളിച്ചു പറഞ്ഞു, കഴിക്കല്ല മക്കളെ, തൊട്ടുപോകല്ല മക്കളെ, ഹക്കാണ് മക്കളെ, ഹറാമാണ് മക്കളെ, കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴ് എന്റെ മൂത്ത മകൻ നിലത്തേക്ക് ഇട്ടു നബിയേ. എന്റെ കൊച്ചുകുട്ടി അവൻ വായിൽ വെച്ച് കടിക്കുകയാണ് നബിയേ. എനിക്ക് ദേഷ്യം വന്നു നബിയേ. ഞാൻ അവന്റെ വായിലേക്ക് എന്റെ പരുപരുത്ത കയ്യിൽ കടത്തിയിട്ട് അവന്റെ പാൽപ്പല്ലുകളിൽ പതിഞ്ഞിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചു പുറത്തേക്ക് ഇട്ടു നബിയേ. എന്നിട്ട് പെറുക്കിയെടുത്ത അയൽവാസിയുടെ വളപ്പിലിട്ട് കൊടുത്തു നബിയേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. എന്റെ മക്കൾ വാവിട്ട് കരഞ്ഞു നബിയേ. അതുകൊണ്ട് ഞാൻ സുബഹി കഴിഞ്ഞ് ഓടുകയാണ്. മക്കൾ ഉണരുന്നതിന്റെ മുമ്പേ ഇത് പെറുക്കിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം അറിയാതെ ഹറാമ് കഴിക്കും നബിയേ. അതാണ് നിസ്കാരം കഴിഞ്ഞ് ദുആക്കിരിക്കാത്തതെന്ന് പറഞ്ഞപ്പോ ഇനി 2ാം പാർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് വിളിപ്പിച്ചു. ആരെ? അയൽവാസിയായ പണക്കാരനെ വിളിപ്പിച്ചു. നോക്കണേ, അയാളന്ന് മുസ്ലിമാണ്. ആര്? പണക്കാരനായ അയൽവാസി. ജൂതൻ എന്നൊക്കെ പ്രസംഗത്ത് കേട്ടത് അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. അയൽവാസിയായ പണക്കാരനായ പനക്കാരൻ അന്ന് മുസ്ലിമാണ്. അയാളെ വിളിപ്പിച്ചു. എന്തേ നബിയേ? റസൂലുള്ള ചോദിച്ചു, നിങ്ങളുടെ അയൽപ്പക്കത്താണോ അബൂ ദുജാന കഴിയുന്നത്? അതേ നബിയേ. അബൂ ദുജാന പാവമാണോ? അതേ നബിയേ. അബൂ ദുജാനക്ക് 2 മക്കളുണ്ടോ? ഉണ്ട് നബിയേ. ദാരിദ്ര്യത്തിലാണെന്നറിയുമോ നിങ്ങൾക്ക്? അറിയാം നബിയേ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഈന്തപ്പന അയാളുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിലാ പന, ആ ഈത്തപ്പന അബൂ ദുജാനക്ക് നിങ്ങൾ ഹദിയ കൊടുക്കണേ, വെറുതെ കൊടുക്കണേ. നാളെ സ്വർഗത്തിൽ ഒരു ഈന്തമരം നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാമെന്ന് ഹബീബായ പ്രവാചകരുടെ വാഗ്ദാനമാണ്. നൂറാനിയത്തിന്റെ നാവിൽ മുമ്പിൽ നിന്ന് പെയ്തിറങ്ങിയ വചനപ്രസാദമാണത്. ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനത് കൊടുക്കൂല്ല നബിയേ. കാരണം എന്താണ്?
അത് നല്ല പഴമുണ്ടാകുന്ന പനയാണ്, അത് കൊടുക്കൂല നബിയെ. ആലോചിച്ചു നോക്കണേ, ബഷീറല്ല പറഞ്ഞത്, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്. മൊബൈല് തരുമോ എന്ന് ചോദിച്ചപ്പോ ആദ്യം ചാടി എഴുന്നേറ്റ് വന്ന 8 പേരെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്? സിമ്മ നിങ്ങൾ ഊരിയെടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് വന്നവരെ, ഒരു 20,000 വിലയുള്ള മൊബൈൽ ഫോണുമായി കൈനീട്ടി വന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രണയഭാവത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എന്റെ ദുആയിൽ ഞാൻ നിങ്ങളെ മറക്കൂല കേട്ടോ. പക്ഷെ നിങ്ങളുടെ മൊബൈൽ എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങളുടെ ഹൃദയ വായ്പ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിനോട് ആ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, സ്വർഗത്തിലെ പന തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഹബീബിന്റെ ഹളറത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ. ഈ വാർത്ത മദീനയിലെ അങ്ങാടിയിൽ അറിഞ്ഞു. സഹാബത്താകെ ഞെട്ടിത്തരിച്ചു. റസൂലുള്ള സ്വർഗം വാഗ്ദാനം ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഒരാൾ. ആരാണ് അയാൾ? മദീനത്തെ പള്ളിയിൽ പുണ്യനബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചയാളാണ്, പിൻപറ്റിയയാളാണ്, അനുസരിച്ചയാളാണ്. അബൂദഹ്ദ എന്ന് പറയുന്ന സഹാബി ഓടി വന്നു പള്ളിയിലേക്ക്. ചരിത്രത്തിലെ ലെജൻഡാണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ അദ്വിതീയ വ്യക്തിത്വമാണ് അബൂദഹ്ദ. ഓടി വന്നു. ഇത് വേറെ ആളാണ്, പാവപ്പെട്ട സഹാബി അബൂദുജാനയാണ്. പണക്കാരനായ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നത് അബൂദഹ്ദയാണ്. ഞാൻ ക്ലിയർ ചെയ്തു പോകുന്നത് മറക്കാതിരിക്കാനാണ്, നിങ്ങൾ വേറെ ഒരാളോട് ഉദ്ധരിക്കുമ്പോ തെറ്റാതിരിക്കാനാ. അബൂദഹ്ദ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, നബിയേ, നിങ്ങളിപ്പോ സ്വർഗത്തിലൊരു പനയുടെ ഓഫർ ചെയ്തോ ഇവിടെ? ആ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോ നബിയേ? ആ ഓഫർ അവസാനിച്ചോ നബിയേ? ഇല്ല, ഇപ്പോഴുമുണ്ട്. അബൂദഹ്ദയുടെ മുഖമങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇറങ്ങി അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഓടി. സഹോദരാ, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇപ്പോഴൊരു മെസ്സേജ് വരികയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റീചാർജ് പുതുക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ നെറ്റ് ആൻഡ് കോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഈ സദസ്സിലുണ്ടാകൂല. ശരിയല്ലേ? ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, ശരിയല്ലേ? എന്താ ഉണ്ടാത്തത്? ശരി, ഞാൻ തന്നെ പ്രസംഗം എത്തി പോകില്ലേ? 10 കൊല്ലത്തിന് ഫ്രീ ആണ്. 12 മണിക്കൂർ റീചാർജ്. ഞാനും ഉണ്ടാവില്ല, മൈക്കക്കാർ തീരെ ഉണ്ടാവില്ല, ലൈവ് കൊടുക്കുന്നവരുണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ല. പെണ്ണുങ്ങളൊക്കെ കസേര വലിച്ചെറിഞ്ഞു ഓടും. 10 കൊല്ലത്തിനാണ് ഓഫറാണ്, ബമ്പർ ഓഫർ. അതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ഓഫറാണ് സ്വർഗത്തിലെ പന. എന്നിട്ട് മനുഷ്യൻ തരില്ല എന്ന് പറഞ്ഞു. അബൂദഹ്ദ ഇറങ്ങി ഓടി പണക്കാരന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളോട് റസൂലുള്ള ഒരു പന ചോദിച്ചോ? ഓ, നിങ്ങൾ കൊടുത്തില്ലേ? ഇല്ല. സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് മുത്തുനബി ഓഫർ നൽകിയോ? നൽകി. എന്താ കൊടുക്കാൻ? എനിക്കിഷ്ടമില്ല. അപ്പോൾ അബൂദഹ്ദ പറഞ്ഞു, സഹോദരാ സഹോദരാ സഹോദരാ, ആ പന കച്ചവടം ചെയ്യാനാണ് ഞാൻ വന്നത്, അത് വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, എന്ത് വില തരും എന്ന്. കണ്ട, സ്വർഗത്തിലെ പന വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ ധിക്കാരിയായ മനുഷ്യൻ ചോദിച്ചു, എന്ത് വില തരും? അബൂദഹ്ദ പറയുന്ന ഓഫർ കേട്ടോളൂ. റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകൾ ഈ സദസ്സിലില്ലേ, കച്ചവടക്കാരില്ലേ? ആ ഓഫർ കേട്ടോളൂ. അബൂദഹ്ദ പറയുകയാണ്, മനുഷ്യ, മദീനത്തെ പള്ളിയുടെ സമീപമുള്ള എന്റെ തോട്ടമില്ലേ, ഈത്തപ്പനത്തോട്ടം, അത് മൊത്തമായി നിങ്ങൾക്ക് തരാം. ആ ഒരൊറ്റ പന നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഹബീബേ, കായംകുളത്തെ ഹബീബുമാരെ, നിങ്ങൾ എന്തെങ്കിലും മദീനയിൽ പോകുമ്പോ അബൂദഹ്ദയുടെ തോട്ടം എവിടെയായിരുന്നു എന്ന് ചോദിക്കേ. അമീറുമാരാ സ്ഥലം നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ ഓർക്കണേ, മദീനയിലെ സായാഹ്നങ്ങളിൽ തിത്തിരി പക്ഷികൾ വന്നിരിക്കുന്ന ഈന്തപനയോലകളുടെ ഹരിതചാമരമുള്ള 100 കണക്കിന് മൂത്തു പഴുത്തു നിൽക്കുന്ന പനകളുള്ള വിശാലമായ തോട്ടമായിരുന്നു അബൂദഹ്ദയുടെ. 1 അല്ല 2 അല്ല 100 അല്ല, 100 കണക്കിന് പനയുള്ള തോട്ടം മൊത്തമായി ഞാൻ നിങ്ങൾക്ക് തരാം.
ആ ഒരൊറ്റ പന റസൂലുള്ള ചോദിച്ച പന നിങ്ങൾ എനിക്ക് തരുമോ? ആ പണക്കാരൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ അബൂദഹദാ? ഭ്രാന്താണോ നിങ്ങൾക്ക്? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരു പനക്ക് പകരം ഒരു തോട്ടമോ? അതെ, എനിക്ക് ഭ്രാന്താണടാ. ആ തോട്ടം അങ്ങ് കച്ചവടം ചെയ്തു അബൂദഹദാ. ഹബീബേ, 1001 രാവിലെ അറബി കഥയല്ല ബഷീർ പറയുന്നത്. 1000 രാത്രിയില് ഷഹ്സാദ രാജകുമാരിക്ക് പറഞ്ഞു കൊടുത്ത അറബി കഥയല്ല, അൽഫ് ലൈലയിലെ കഥയല്ല. മദീന സാക്ഷ്യം വഹിച്ച ചേതോഹരമായ സംഭവമാണ് പറയുന്നത്. അബൂദഹദാ കച്ചവടം ചെയ്തു. എന്നിട്ട് അബൂദുജാന എന്ന പാവപ്പെട്ടയാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അബൂദുജാന, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സഹാബി, നിങ്ങൾ ഇനി ഓടണ്ട. ആ പന ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, വില കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഹദിയ നൽകുകയാണ്. അപ്പുറത്തെ പറമ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ പന ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ചരിത്രത്തിൽ ആ പന ഇപ്പുറത്തേക്ക് വന്നുമെന്നുമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണേ. പന വാങ്ങി കൊടുത്തു. എന്നിട്ട് ഓടി റസൂലുള്ളാന്റെ ഹദറത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ആഹ്ലാദത്തോടെ അബൂദഹദാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിച്ച ഈന്തപ്പന മരം ഞാൻ വാങ്ങി നബിയേ. ആ പന ഞാൻ അബൂദുജാനക്ക് കൊടുത്തു നബിയേ. ഇനി സ്വർഗത്തിലെ ഈന്തമരം ഇപ്പൊ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി, പുണ്യ നബി മറുപടി പറഞ്ഞില്ല. അബൂദഹദാ ഞെട്ടി. മുന്നേ നബി മിണ്ടുന്നില്ല. രണ്ടാമതും അബൂദഹദാ പറഞ്ഞു, നബിയേ, അങ്ങല്ലേ ഓഫർ നൽകിയത്, സ്വർഗത്തിൽ ഒരു ഈന്തമരമുണ്ടെന്ന്. ഞാൻ ആ മരം വാങ്ങി അബൂദുജാനക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. ഇപ്പൊ ഓഫർ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി, പുണ്യ നബി മിണ്ടുന്നില്ല. അബൂദഹദാക്ക് സങ്കടമായി. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. തന്റെ തോട്ടം പോയ സങ്കടമല്ല, തന്റെ തോട്ടം പോയ സങ്കടമല്ല, ആയിരക്കണക്കിന് ദീനാർ വിലയുള്ള തോട്ടം പോയ സങ്കടമല്ല, സ്വർഗത്തിലെ മരം പോയോ എന്ന വേദനയില. മൂന്നാമത്തെ തവണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂദഹദാ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങല്ലേ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു മരം തരാമെന്ന്. ഞാനത് വാങ്ങി നബിയേ. ആ നേരം മുത്തുനബി ഒന്ന് പുഞ്ചിരിച്ചോ. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവിനെ പോലെ എന്റെ ഹബീബ് പുഞ്ചിരിച്ചു പറഞ്ഞു, മാ സാല ജിബ്രീൽ, ജിബ്രീൽ ഇപ്പൊ വന്നുപോയി. അബൂദഹദാ, ഇപ്പൊ ജിബ്രീൽ വന്നുപോയി. സ്വർഗത്തിലെ പന, ആ ഓഫറില്ലേ, ആ പനയില്ല. അബൂദഹദാ ഒന്ന് സ്റ്റക്കായി പോയി അബൂദഹദാ. പിന്നെ നബി പറഞ്ഞു, അതല്ല അബൂദഹദാ, നിങ്ങളുടെ കച്ചവടമില്ലേ, അത് അല്ലാഹു എന്നെ അറിയിച്ചു. നിങ്ങളുടെ ആത്മാർത്ഥത ആകാശത്ത് ചർച്ചയായി. നിങ്ങൾക്ക് പകരം എന്താണെന്നറിയോ? ആ ഒരു പനയല്ല, നാളെ സ്വർഗത്തിലെ ഒരു താഴ്വാരം മുഴുവൻ ഈ തപ്പനയുടെ തോട്ടം അങ്ങേക്ക് ഉണ്ട് അബൂദഹദാ. മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ഒരു തോട്ടം, ഒരു ഏരിയ മൊത്തം ഒരാൾക്ക് റിസർവ് ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. കോടാനുകോടി സഹസ്ര ട്രില്യൺ ബില്യൺ കണക്കിന് ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ സ്വർഗത്ത് കിടക്കുന്നവരിൽ ഒരു ഏരിയ റിസർവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് അബൂദഹദാ. ഇവിടെ 2-3 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് ഞാൻ പറയാം.